ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 45 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ കാണിച്ചു തരുന്ന ഒരു 5 വ്യായാമങ്ങൾ നിങ്ങൾ വീട്ടിൽ ചെയ്ത് ശീലമാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരീരത്തിന് വളരെയേറെ ഗുണം ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കറിയാം ഒരു 45 വയസ്സായി കഴിയുമ്പോഴേക്കും നമ്മുടെ എല്ലുകളുടെയൊക്കെ ആരോഗ്യം കുറയും, നമ്മുടെ ബോഡി ഫ്ലെക്സിബിലിറ്റി കുറയും. അതിനൊക്കെ തന്നെ നമുക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ പിടിപെടുന്ന ഒരു സമയമാണ്. കാരണം വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷിയൊക്കെ വളരെയേറെ കുറയുന്ന സമയമാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു സമയമാണ് ഒരു 45 വയസ്സിന് ശേഷമൊക്കെ. അപ്പം ഞാനീ കാണിച്ചിരുന്ന ഈ 5 വർക്കൗട്ടുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീട്ടിൽ നിങ്ങളുടെ റൂമിൽ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യത്തെ, നിങ്ങളുടെ എല്ലുകളുടെ ശക്തി, നിങ്ങളുടെ ബോഡി ഫ്ലെക്സിബിലിറ്റി, നിങ്ങളുടെ മസിൽ ലൂസ് ഒക്കെ തടയാനൊക്കെ സഹായിക്കുന്ന വർക്കൗട്ടുകളാണ്. അപ്പം ഇത് 2 വർക്കൗട്ടുകൾ നിങ്ങൾക്ക് കാലുകൾക്ക് വേണ്ടിയിട്ടുള്ളതും 3 വർക്കൗട്ടുകൾ നിങ്ങളുടെ അപ്പർ ബോഡി, നിങ്ങളുടെ ഫുൾ ബോഡിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഈ വർക്കൗട്ടുകളെല്ലാം തന്നെ നിങ്ങളുടെ ബ്ലഡ് ഫ്ലോ നേരെയാക്കാനും നിങ്ങളുടെ ബോഡി പോസ്ചറുകൾ നേരെയാക്കാനും ഒക്കെ സഹായിക്കുന്ന വർക്കൗട്ടുകളാണ്. നിങ്ങളിതൊക്കെ കണ്ടിട്ടുള്ള വർക്കൗട്ടുകളാണ്. അപ്പോൾ ഈ വർക്കൗട്ടുകൾ സ്ത്രീകൾക്ക് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് സ്ത്രീകൾക്കും ഇത് ചെയ്യാവുന്ന വർക്കൗട്ടുകളാണ്. അപ്പം ഇത് നിങ്ങളൊരു ശീലമാക്കി മാറ്റൂ. നിങ്ങൾക്ക് ഒരു 45 വയസ്സിന് ശേഷം ഉണ്ടാകുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളെയും മാറ്റിയെടുക്കുവാനായിട്ട് സഹായിക്കുന്ന വർക്കൗട്ടുകളാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ വിശദമായിട്ട് തന്നെ പറഞ്ഞു തരാം ആ വർക്കൗട്ടുകൾ എന്തൊക്കെയാണെന്ന്. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതിനൊക്കെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും, ഞങ്ങൾക്ക് 45 വയസ്സിന് ശേഷമൊക്കെ ഈ വർക്കൗട്ടുകൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും പറ്റും, യാതൊരു സംശയം വേണ്ട. നിങ്ങൾ തുടക്കക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരല്പം പതുക്കെ നിങ്ങൾ ചെയ്ത് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്ത് വരിക. ഓക്കെ, തീർച്ചയായിട്ടും ബെനിഫിറ്റാണ്. നമുക്ക് ഡോക്ടർമാരെ കാണാൻ പോകുന്നത് കുറയ്ക്കാൻ പറ്റും എന്ന് ഞാൻ 100% ഉറപ്പ് പറയാം. കാരണം അത്രയ്ക്കും പ്രേമമായിട്ടുള്ള വർക്കൗട്ടാണ്. അപ്പം നേരെ വീഡിയോയിൽ പോകും. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വർക്കൗട്ട് ആരംഭിക്കാം. അപ്പം വീഡിയോ ഒരല്പം ലെങ്തി ആയിരിക്കും, കാരണം വിശദമായിട്ട് പറയുന്നതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് ബാക്ക് ലഞ്ചസ് എന്ന് പറയുന്നൊരു വർക്കൗട്ടാണ്. അപ്പം ഇങ്ങനെയാണ് നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക, നിങ്ങളുടെ ബോഡിയൊക്കെ അപ്പ് ചെയ്ത് നിൽക്കുക. അതിനുശേഷം നിങ്ങളുടെ കാല് ബാക്കിലോട്ട് വന്ന് ഇതേ ഒരു പൊസിഷനിലാണ് നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ബാക്കിലോട്ട് കൊണ്ടുവരുക കാല്. അതിനുശേഷം വളരെ സാവധാനത്തിൽ ഇങ്ങനെയാണ് ഈ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ താഴോട്ട് വരുമ്പോൾ ബ്രീത്ത് ഇൻ ചെയ്യുക. അതിനൊക്കെ നിങ്ങൾ മുകളിലോട്ട് ഉയരുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. വളരെ സാവധാനത്തിൽ നിങ്ങളുടെ മുട്ട് താഴെ ഫ്ലോറിൽ കൊണ്ടുവന്ന് മുട്ടിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. ഓക്കെ, അതിനൊക്കെ നിങ്ങളുടെ ബോഡി ഒരു 90 ഡിഗ്രി ഒരു പാരലായിരിക്കണം നിങ്ങളുടെ ബോഡി ഇരിക്കുന്നത്. കൂനിയോ വളഞ്ഞോ ഒന്നും ഈ വർക്കൗട്ട് ചെയ്യരുത്. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ ഒരു 3 സെറ്റ് ചെയ്യുക. ഇത് നിങ്ങളുടെ കാലുകളുടെ ശക്തി വർദ്ധിപ്പിക്കാനും അതിനൊക്കെ പ്രായമായി വരുന്നവരുണ്ടോ നമ്മുടെ കാൽമുട്ടുകളുടെ വേദനകളെ ഇല്ലാതാക്കാനും നമ്മുടെ ഗ്ലൂട്ട്സിനും ഹാംസ്ട്രിങ്ങിനും ഒക്കെ വളരെ നല്ല ഒരു വർക്കൗട്ടാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ വർക്കൗട്ടിലോട്ട് പോകാം. രണ്ടാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് പുഷപ്സ് ആണ്. പുഷപ്സ് എന്ന് കേട്ട് നിങ്ങൾ പേടിക്കേണ്ട. ഇപ്പോൾ 45 വയസ്സിന് ശേഷമൊക്കെ ഒരു തുടക്കക്കാർക്ക് പുഷപ്സൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. പുഷപ്സ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു വർക്കൗട്ടാണ്. ഒരു സൂപ്പർ ബോഡി വെയ്റ്റ് വർക്കൗട്ടാണ്, ഒരു സ്ട്രെങ്തനിങ് വർക്കൗട്ടാണ്. അപ്പോൾ നിങ്ങൾ ഷോൾഡർ ലെവലിലോട്ട് നിങ്ങളുടെ കൈ കൊണ്ടുവന്ന് നിങ്ങളുടെ ബോഡി പാരലായിട്ട് ഇങ്ങനെ നിൽക്കുക. അതിനുശേഷം വളരെ സാവധാനത്തിൽ ഇങ്ങനെ നിങ്ങളുടെ കൈകളുടെ ആ ഒരു എൽബോ ഒന്നും വളഞ്ഞു പോകാതെ സ്ട്രെയിറ്റായിട്ട് വളരെ സാവധാനത്തിൽ, കണ്ടില്ലേ, ഇങ്ങനെ വേണം ഈ വർക്കൗട്ട് ചെയ്യാൻ. വളരെ സാവധാനത്തിൽ ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് താപ്പോട്ട് വരിക, ബ്രീത്ത് ഔട്ട് ചെയ്യുക, മുകളിലോട്ട് പോകും, ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങളുടെ ബോഡി പോസ്ചർ നല്ല കൃത്യമായിരിക്കണം, നല്ല പാരലായിരിക്കണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഈ വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. കാരണം നമ്മുടെ ചെസ്റ്റ് മസിലൊക്കെ നമുക്ക് പ്രായമായി വരുന്തോറും നമ്മുടെ ചെസ്റ്റ് മസിലൊക്കെ തൂങ്ങിപ്പോകുന്നൊരവസ്ഥ. അപ്പം അതൊക്കെ ഒഴിവാക്കാനായിട്ടും അതേ കണക്ക് തന്നെ നമ്മുടെ ബാക്ക് മസിൽ, നമ്മുടെ ഷോൾഡർ മസിലൊക്കെ നല്ല ആരോഗ്യത്തോടെ ഇരിക്കാനും ഈ വർക്കൗട്ട് സഹായിക്കും. അതിലുപരിയായിട്ട് നമുക്ക് നല്ല സ്റ്റാമിനയും സ്ട്രെങ്തും ഒക്കെ ഉണ്ടാക്കി തരാൻ സഹായിക്കുന്ന സൂപ്പർ ഒരു സ്ട്രെങ്തനിങ് വർക്കൗട്ടാണ് പുഷപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ ഈ വർക്കൗട്ട് ചെയ്യാതിരിക്കുക. അതാണ്ട് കൈകളുടെ എൽബോ ഒന്നും ഇങ്ങനെ വളച്ച് വെച്ചിട്ട് ഈ പുഷപ്സ് ചെയ്യാതിരിക്കുക. ഈ ഒരു പൊസിഷനിലോ ഒന്നും ഇങ്ങനെ ചെയ്യാതിരിക്കുക. ഓക്കെ, എപ്പോഴും നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പം വളരെ സാവധാനത്തിൽ കറക്റ്റ് മെത്തേഡിലായിരിക്കണം ചെയ്യേണ്ടത്. ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ വരിക. അപ്പം ഈ വർക്കൗട്ട് നിങ്ങൾ 3 സെറ്റ് ചെയ്യുക. ഓക്കെ, നല്ല അടിപൊളി വർക്കൗട്ടാണ്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ വർക്കൗട്ടിലോട്ട് പോകാം. മൂന്നാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് ഗ്ലൂട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നൊരു വർക്കൗട്ടാണ്. സൂപ്പർ ഒരു വർക്കൗട്ടാണിത്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു ബാക്കിൻ്റെ എല്ല് എന്ന് വെച്ചാൽ നമ്മുടെ സ്പൈനൊക്കെ ശക്തി പ്രാപിപ്പിക്കുവാനും അതിനൊക്കെ തന്നെ നമ്മുടെ ഹാംസ്ട്രിങ്ങിന്, ഗ്ലൂട്ട്സിന്, അതിനൊക്കെ നമ്മുടെ പെൽവിക് മസിലൊക്കെ ശക്തിപ്പെടുത്തുവാനൊക്കെ സൂപ്പർ വർക്കൗട്ടാണ്. ഓക്കെ,
അപ്പം ഇങ്ങനെയാണ് ഈ വർക്കൗട്ട് ചെയ്യേണ്ടത്. നിങ്ങളിങ്ങനെ പാരലായിട്ട് കിടക്കുകയോ ഫ്ലോറിൽ നിങ്ങളൊരു മാറ്റോ എന്തെങ്കിലും ഉപയോഗിച്ച് വേണം ഈ വർക്കൗട്ട് ചെയ്യാൻ. അതിനുശേഷം ഇതേ കണക്കാണ് ഈ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഓക്കെ, വളരെ സാവധാനത്തിൽ മേളിലോട്ട് ഉയരുക. ഇതേ കണക്ക് താഴോട്ട് വളരെ സാവധാനത്തിൽ താഴോട്ട് വരിക. ഓക്കെ, ഇതാണ് ഈ വർക്കൗട്ട്. ഓക്കെ, അപ്പം താഴോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുക. അതിനൊക്കെ തന്നെ മുകളിലോട്ട് ഉയരുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഓക്കെ, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇത് നിങ്ങളുടെ പെൽവിക് മസിലിനെയൊക്കെ, നിങ്ങളുടെ കോർ ഭാഗം, അത് കണക്ക് തന്നെ നിങ്ങളുടെ ആപ്സ് മസിൽ, നിങ്ങളുടെ ഹാംസ്ട്രിങ് ഗ്ലൂട്ട്സിനോട്ടൊക്കെ നല്ല രീതിയിൽ ഒരു രക്തപ്രവാഹം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇതേ കണക്ക് ഈ വർക്കൗട്ട് ചെയ്യാതിരിക്കുക. ഇത് ഇങ്ങനെ നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനം ലഭിക്കില്ല. അതിലുപരിയായിട്ട് നിങ്ങളുടെ നടുഭാഗത്തിനൊക്കെ നല്ല വേദന എടുക്കാനൊക്കെ ഇത് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റുന്നൊരു വർക്കൗട്ടാണ്. അപ്പം നിങ്ങൾ ഇതേ കണക്ക് വേണം ഈ വർക്കൗട്ട് ചെയ്യാൻ. വളരെ സാവധാനത്തിൽ ഉയരുക, ബ്രീത്ത് ഔട്ട്, പതുക്കെ താഴോട്ട് വരിക, ബ്രീത്ത് ഇൻ ചെയ്യുക. അങ്ങനെ വേണം നിങ്ങൾ ഗ്ലൂട്ട് ബ്രിഡ്ജ് പരിശീലിക്കാൻ. ഓക്കെ, അപ്പം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് റെക്കോർഡ് ചെയ്യുന്നതിനകത്തൊരു പ്രശ്നം പറ്റുന്നത് വെച്ചാൽ വീട്ടിനടുത്തുള്ള അമ്പലത്തിൽ ഉത്സവം നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ പാട്ടും ബഹളവും കാരണം എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു ഇടവേള കണക്ക് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പം അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് പ്ലാങ്കാണ്. ഏറ്റവും നല്ല വർക്കൗട്ടുകളിലൊന്നാണ് പ്ലാങ്ക്. ഓക്കെ, അപ്പോൾ പ്ലാങ്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനിൽ പ്ലാങ്ക് ചെയ്യാം. പക്ഷേ പ്ലാങ്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബോഡി ഇത് കണക്ക് പാരലായിരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പൊസിഷനിലും പ്ലാങ്ക് ചെയ്യാം. ഓക്കെ, എങ്ങനെ നിങ്ങൾ ചെയ്താലും നിങ്ങളുടെ ബോഡി പാരലായിരിക്കണമെന്ന് മാത്രം. ഓക്കെ, ഇത് നിങ്ങളുടെ കോർ മസിലൊക്കെ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യാനും നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ്. അത് കണക്ക് നിങ്ങളുടെ ബോഡി പോസ്ചർ കൃത്യമാക്കാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ്. പ്രായമായി വരുന്നതോറും നമുക്കുണ്ടാകുന്ന ഒരു വളവ്, ശരീരത്തിനുണ്ടാകുന്ന ഒരു വളവൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറ്റിയെടുക്കാനായിട്ടൊക്കെ സഹായിക്കുന്ന അടിപൊളി ഒരു വർക്കൗട്ടാണ്. കൂടാതെ നമ്മുടെ ഒരു ബോഡിയെ നല്ല സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാനും പറ്റിയ ഒരു വർക്കൗട്ടാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇത് രണ്ടും പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാ പോലെ പുഷപ്സിൻ്റെ പൊസിഷനിൽ വന്ന്, കണ്ടില്ലേ, പുഷപ്പിൻ്റെ പൊസിഷനിൽ വന്ന് ഇങ്ങനെ ഹോൾഡ് ചെയ്യുക. ഓക്കെ, ബോഡി പോസ്ചർ കൃത്യമാക്കിക്കൊണ്ട് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ അനൗൺസ്മെൻറ്റ് കേൾക്കുന്ന കാരണം നിങ്ങൾക്ക് എത്രത്തോളം ആഡിയോ ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഓക്കെ, ക്ഷമിക്കുക. അപ്പം അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്ക്വാട്ടാണ്. സ്ക്വാട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്, നമുക്കറിയാം. അപ്പം ഈ ഒരു പൊസിഷനിൽ നിൽക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ വളരെ സാവധാനത്തിൽ താപ്പോട്ട് വരിക. ഇങ്ങനെ കൈ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക. അതിനുശേഷം വളരെ സാവധാനത്തിൽ നിങ്ങളുടെ മുട്ടുകളൊക്കെ പതുക്കെ ഇങ്ങനെ ബെൻഡ് ചെയ്ത് നിങ്ങളുടെ ബോഡി പാരലായിരിക്കണം. 1, വളരെ സാവധാനത്തിൽ താപ്പോട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക. മുകളിലോട്ടുള്ള സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് ഈ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഇത് നിങ്ങളൊരു 3 സെറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോഡി പാരലായിരിക്കണം. വർക്കൗട്ടുകളുടെ രാജാവ് എന്നാണ് സ്ക്വാട്ടിനെ അറിയപ്പെടുന്നത്. അത്രത്തോളം നല്ലൊരു വർക്കൗട്ടാണ് നിങ്ങളുടെ കാലുകളെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാനായിട്ട്. നിങ്ങളുടെ ബോഡി പാരലായിരിക്കണം. ഇങ്ങനെ വേണം ഈ വർക്കൗട്ട് ചെയ്യാൻ. ഓക്കെ, ഞാൻ അതുകൊണ്ടാണ് തിരിച്ചുള്ള ഈ ഒരു പൊസിഷനൂടെ കാണിച്ചു തരുന്നത്. ഈ വർക്കൗട്ട് നിങ്ങൾക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വർക്കൗട്ടിൻ്റെ അടുത്ത ഫോമായ സുമോ സ്ക്വാട്ട് ചെയ്യാം. കാലുകളിങ്ങനെ അകത്തി വെക്കുക. അതിനുശേഷം നിങ്ങൾ അതേ കണക്ക് തന്നെ കൈ സ്ട്രെയിറ്റ് ചെയ്യുക. വളരെ സാവധാനത്തിൽ താപ്പോട്ട് വരിക. നിങ്ങളുടെ ബോഡി പാരലായിരിക്കണം. ഇത്ര മാത്രം താന്നാൽ മതിയാവും. ഓക്കെ, ഒരുപാട് താഴണ്ട. ഇതേ കണക്ക് പതുക്കെ സാവധാനം താഴോട്ട് വരിക. ഇത്ര മാത്രം താഴുക. ഒരിക്കലും ഇതേ കണക്ക് നിങ്ങളങ്ങ് താന്നു പോരുത്. ഓക്കെ, അത് അത്രത്തോളം താഴേണ്ട കാര്യമില്ല. ഈ ഒരു പൊസിഷൻ മതി, ഇത്രയും മതിയാവും. വളരെ സാവധാനത്തിൽ. ഓക്കെ, ഇത്രയും മതിയാവും. ഓക്കെ, അപ്പം ഇതും വളരെ നല്ലൊരു വർക്കൗട്ടാണ്. നമ്മുടെ ഹാംസ്ട്രിങ്ങിനും ഗ്ലൂട്ട്സിനും കാലുകൾക്കും ഒക്കെ ശക്തി പ്രാപിപ്പിക്കാൻ സൂപ്പറായിട്ട് വർക്കൗട്ടാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ വർക്കൗട്ടുകളെല്ലാം വീട്ടിൽ ഫോളോ ചെയ്യുക. അപ്പം ആഡിയോ നല്ലോണം കേൾക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾ ക്ഷമിക്കുക. കാരണം അടുത്ത് ഉത്സവം നടക്കുന്നുണ്ട്. നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പം ശബ്ദം നല്ല രീതിയിൽ മൈക്കിലോട്ട് വരുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ വർക്കൗട്ട്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.